ഹലോ, നമുക്ക് ചാർക്കോൾ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആക്ടിവേറ്റഡ് ചാർക്കോൾ സോപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ആക്ടിവേറ്റഡ് ചാർക്കോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ പൗഡർ, കറ്റാർ വാഴ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്, പനിക്കൂർക്കയുടെ ജ്യൂസ്, ഇത്രയാണ് നമ്മൾ ഈ സോപ്പിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്ലിസറിന്, റോസ് വാട്ടർ, ഇത്രയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിതൊരു 2 സോപ്പിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 100 ഗ്രാമിൻ്റെ 2 സോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 200 ഗ്രാം ഉണ്ടല്ലോ ടോട്ടൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 20 ml മെറ്റീരിയൽ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ പൗഡർ എടുക്കുന്നു. അത് നമ്മളൊരു ഒരു പൗഡേർഡ് ഫോമിലോട്ട് നമുക്ക് ഈ ബേസിലോട്ട് ആഡ് ചെയ്താൽ കട്ടയായിട്ട് കിടക്കും, ശരിയാവത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ml ആക്കി മാറ്റി ലിക്വിഫൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഗ്ലിസറിന്, റോസ് വാട്ടർ, പിന്നെ കോക്കനട്ട് ഓയിൽ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. ഇപ്പം കോക്കനട്ട് ഓയിൽ, റോസ് വാട്ടർ, ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ലിക്വിഫൈ ചെയ്യുന്നു. അത് കണ്ടില്ലേ, ഇതാണ് മെഷറിംഗ് കപ്പ്. ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ എല്ലാ സോപ്പും ഈ ഒരു മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 200 ഗ്രാം എന്ന് പറയുമ്പോൾ 20 ml വേണം. 20 ml കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പം കുറഞ്ഞാൽ എന്ത് ഗുണമില്ലാതായിപ്പോൾ, കൂടിപ്പോയാൽ സോപ്പിന് കട്ടിയില്ലാതായിപ്പോൾ. അതിന് വേണ്ടിയിട്ട് കറ്റാർ വാഴ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്യുന്നു. കോക്കനട്ട് ഓയിലായത്, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യണം. ഇത് പനിക്കൂർക്കയുടെ നീരാണ്. ഞാൻ എല്ലാത്തിലും പനിക്കൂർക്ക യൂസ് ചെയ്യാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ല് വരും നമ്മുടെ സോപ്പിന്. ഇത് സോപ്പ് ബേസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മളത് ലിക്വിഡ് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. പിന്നെ എക്സ്ട്രാ ഞാൻ ഇതിനകത്ത് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും മുടിക്കൊക്കെ ഒരുപാട് നല്ലത്. നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ലേ, അത് നമ്മൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പച്ചരി ഇതേപോലെ കുതിർത്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പച്ചരി കുതിർത്ത് പൊടിച്ച പൊടിയായത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പൊടിയും കൂടി ഇട്ടാൽ വളരെ നല്ലതാണ്. കുറച്ചും കൂടി ഒരു നമ്മുടെ ഈ ഡ്രൈ സ്കിൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ അരിപ്പൊടി. നമ്മൾ ഇതിലേക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് ഇറക്കി വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ചാർക്കോൾ പൗഡറിൻ്റെ ഈ ഒരു ബാറ്റർ നമ്മൾ ഈ ചൂടായിട്ട് തിളച്ച് കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇതൊന്ന് മിക്സ് ചെയ്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ ഇയോ ഫ്രാഗ്രൻസോ ഒന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇത് താത്ത് വെച്ചിട്ട് വേണം ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പുതിയൊരു മോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. നല്ല ഭംഗിയത് കാണാനായിട്ട്. അപ്പോൾ അതിലായത് ഉണ്ടാക്കുന്നത്. ഓൾറെഡി 2-3 സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് തന്നെ ഇത് ആഡ് ചെയ്ത് ഒഴിക്കുക. കണ്ടില്ലേ, ഇതിലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. നല്ല ഭംഗിയുള്ള മോൾഡാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടില്ലേ. താങ്ക് യു.